യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായ MDMA കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വിവരശേഖരണം തുടങ്ങി. പ്രതികളുടെ രാജ്യാന്തര ബന്ധം NCB പരിശോധിക്കും. പ്രതിയായ പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി PA അബ്ദുൽ സലാം നിരവധി വിദേശയാത്രകൾ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇയാൾ പലതവണ വിദേശ യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. വിശദാംശങ്ങൾ. അതെ ഷമ്മി, അതാണ് ഇപ്പോൾ ഇതിനൊരു അന്താരാഷ്ട്ര മാനം കൂടി കൈവരികയാണ് ഈ MDMA കടത്തിന് എന്നുള്ളതാണ്. ഇത് രാജ്യാന്തര തലത്തിൽ ഇത് MDMA കടത്തുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ബന്ധങ്ങളുണ്ട് എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. അതിന് കാരണം ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയായ അബ്ദുൽ സലാം, ഇയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. അബ്ദുൽ സലാമിൻ്റെ ചില വിദേശ യാത്രകൾ അത് സംശയത്തിൻ്റെ നിഴലിലാണ്. പ്രത്യേകിച്ച് തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് അബ്ദുൽ സലാം നിരവധി തവണ യാത്ര ചെയ്തിരിക്കുന്നത്. ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയൊക്കെ ഒരു കേന്ദ്രമാണ്. അവിടെ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കേരളത്തിലേക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ കടത്തിയതിൻ്റെ നിരവധി വിവരങ്ങൾ ഇതിനകം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അങ്ങനെയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വളരെ സുലഭമായി നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി അടക്കം ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള ചില സംശയങ്ങൾ വരികയാണ്. കാരണം ഈ MDMA കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിഗമനം വൻതോതിൽ MDMA വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് എത്തിച്ച് അവിടെ നിന്നാണ് ഇങ്ങനെ കേരളത്തിലേക്ക് കടത്തിയിരുന്നത്. അവിടെ നിന്ന് ഈ എറണാകുളത്തേക്ക് എത്തിച്ച ശേഷം എറണാകുളത്ത് നിന്നാണ് മറ്റ് ജില്ലകളിൽ വിതരണം ചെയ്തതായി കാണുന്നത്. പോലീസ് പരിശോധിച്ചപ്പോൾ അതിൻ്റെ റൂട്ട് അങ്ങനെയായിരുന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലൊക്കെ വിതരണം ചെയ്ത ശേഷം, കണ്ണൂരടക്കം വിതരണം ചെയ്ത ശേഷം കാസർഗോഡ് ഇത് വിതരണം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ഇവരെ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ MDMA അടക്കം പിടികൂടിയത്. ഇതിലേറ്റവും ഗൗരവമായ കാര്യം, ഈ എറണാകുളത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോകും വഴിയൊക്കെ നിരവധി ഇടങ്ങളിൽ വാഹന പരിശോധന, പോലീസ് പരിശോധനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഇവർ മറികടന്നത് ഈ ഉന്നത രാഷ്ട്രീയ ബന്ധം മറയാക്കിക്കൊണ്ടാണ് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പലയിടത്തും ഈ ഹുസൈനും അബ്ദുൽ സലാം അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവരുടെ വാഹനം പോലീസ് തടയുമ്പോൾ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹുസൈനും സലാമും ഒക്കെ, പ്രത്യേകിച്ച് ഹുസൈൻ, അയാളുടെ ഒപ്പം മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കമുണ്ട്. അപ്പോൾ ആ ബന്ധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തനാണെന്നുള്ളതും ഇവരുമായൊക്കെയുള്ള അടുത്ത ബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും വാഹന പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന ഏറ്റവും ഗൗരവതരമായ വിഷയം കൂടി ഉണ്ട്. ആ തരത്തിലാണ് ഈ MDMA കടത്ത് നടത്തിയത്. ഇതിന് പുറമെയാണ് ഈ പുറത്തുനിന്ന് എത്തിക്കുന്ന മയക്കുമരുന്ന് അത് ഇവിടെ വിതരണം ചെയ്യാനായി ഏതാണ്ട് 7 സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചത്. അതിനെല്ലാം പുറമെ ഈ വിദേശ റാക്കറ്റുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയം വന്നിരിക്കുകയാണ്. ഈ വിദേശ യാത്രകളൊക്കെ സംശയ നിഴലായ സാഹചര്യത്തിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇനി കാസർഗോഡ് പോലീസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂടുതൽ വിവരങ്ങൾ NCB ശേഖരിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇത് ആ തരത്തിൽ ഉള്ള കടത്താണെങ്കിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണ പരിധിയിലേക്കാണ് കാര്യങ്ങൾ വരിക. അതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ള നിലയിലാണ് ഇവരുടെ വിദേശ യാത്രകളൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുന്നത്. സ്വാഭാവികമായും അവരുടെ മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവർ സഞ്ചരിച്ച ചുവന്ന കളറിലുള്ള സ്വിഫ്റ്റ് കാറിൽ നിന്ന് ഈ MDMAയ്ക്ക് പുറമെ ഈ 3 പേരാണ് ആ കാറിൽ യാത്ര ചെയ്തിരുന്നത്, പ്രതികൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇവരുടെ കൈവശത്ത് നിന്ന് MDMA പിടിച്ചതിന് പുറമെ 7 ഫോണുകൾ ഈ കാറിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ഉന്നത രാഷ്ട്രീയ ബന്ധം പറഞ്ഞ് ഇവർ രക്ഷപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിലാണ് അന്വേഷിച്ച് വരുന്നത്. ആ നിലയിൽ ഇതിന് വലിയ മാനങ്ങൾ കൈവരികയാണ്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ നിലയിൽ ആണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വലിയ തോതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഉമേഷ് നൽകുന്ന വിവരം.